ഹലോ സ്റ്റുഡൻസ്, എൻ്റെ പേര് ഫെബിൻ മാധവ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്ന പ്ലസ് ടുവിലെ നിങ്ങളുടെ പാഠഭാഗത്തിൽ ഏറ്റവും ആദ്യത്തെ സെക്ഷൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഈ പാഠത്തിൽ ഏറ്റവും ഒന്നാമത്തെ ഒരു കുട്ടി പഠിക്കുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠത്തിലേക്ക് കടക്കുന്നതിനൊക്കെ മുൻപേ എനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് എനർജി എന്നുള്ളതും എന്താണ് വർക്ക് എന്നുള്ളതും ഒന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്താണ് മക്കളെ? എനർജി എന്നുള്ളതാണ്. എന്താണ് എനർജി? വാട്ട് യു മീൻ ബൈ എനർജി? എന്താണ് എനർജി? വേറൊന്നുമല്ലടാ, എനർജി ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം വർക്കിനെ കുറിച്ച് നല്ല ധാരണയുള്ള ഒരാളായിരിക്കണം. അപ്പോൾ എന്താണ് വർക്ക് എന്ന് നമ്മൾ അന്വേഷിച്ച് പോയാൽ നമ്മൾ എത്തുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ്. വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു എഫ് വെക്റ്റർ ഡോട്ട് എസ് വെക്റ്റർ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ചെയ്യുക വഴി നമ്മൾക്ക് വർക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ മുകളിൽ ഞാനൊരു ഫോഴ്സും ആ ഫോഴ്സ് കൂടാതെ അതിനൊരു ചലനവും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്താ കഷ്ടപ്പെട്ട് ഒരു കാറ് തള്ളുന്നു, ആ കാർ എന്നിട്ട് നീങ്ങി എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വർക്ക് ഞാൻ ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടുള്ള ആ ഒരു ക്വാണ്ടിഫിക്കേഷനെയാണ് ഞാൻ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളടുത്ത് ചോദിക്കാം. ഞാനൊരു സഞ്ചി എടുത്തതാ ഇങ്ങനെ പൊക്കുന്നത് വർക്കാണോ? സ്വാഭാവികമായിട്ടും അതിൻ്റെ ആങ്കിൾ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപക്ഷെ കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകാൻ പറ്റും. എന്നാലും നമ്മൾക്ക് ഇവിടെ പറയുമ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഉണ്ടെങ്കിൽ മക്കളെ അതിൻ്റെ ആങ്കിളും നമ്മൾക്ക് ഫേവറബിൾ ആണെങ്കിൽ മക്കളെ അവിടെ എന്തുണ്ട്? വർക്ക് ഉണ്ട്. ഇനി ഇങ്ങനെയും പറയാം, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ഫോഴ്സ് ഉണ്ടായിരിക്കണം, തീർച്ചയായും അവിടെ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയും പറയാം. ഈ ഒരു വാല്യൂവിനെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മക്കളെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് പോയിന്റ്. വർക്കിനെ എനിക്ക് ചില സമയങ്ങളിൽ എന്ത് ചെയ്ത് വെക്കാടാ? സ്റ്റോർ ചെയ്ത് വെക്കാം. ഏത് രൂപത്തിൽ? അതിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ചെറിയൊരു ഉദാഹരണം, നമ്മളുടെ ഫോണിലും നമ്മളുടെ ക്ലോക്കിലുമൊക്കെ ഒരു ബാറ്ററി ഇടുന്നുണ്ട്, ശരിയല്ലേ? ഈ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ക്ലോക്കിനകത്തുള്ള സൂചി ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ടിക്ക് എന്ന് പറഞ്ഞ് മൂവ് ചെയ്യുന്നു, അല്ലേ? അവിടെ ഫോഴ്സ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ സൂചിയെ ഇങ്ങനെ നീക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ഫോഴ്സ് ഉണ്ടായിരിക്കണം. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? പിന്നല്ലാതെ ഇവിടെ ഒരു ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് വളരെ വ്യക്തമായിട്ടുണ്ടായിട്ടുണ്ട്. സോ യെസ്, ഡെഫിനറ്റ്ലി ആ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത്. പക്ഷേ മക്കളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ക്ലോക്ക് ഇപ്പോൾ വർക്ക് ചെയ്തത് എൻ്റെ വീട്ടിൽ വെച്ചാണെങ്കിൽ ഈ ബാറ്ററി സത്യത്തിൽ വരുന്നത് ചിലപ്പോൾ കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നായിരിക്കും. എന്ന് വെച്ചാൽ എന്താ? അവിടെയുള്ള വർക്കിനെ ബാറ്ററിയിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്തിട്ട് നമ്മളുടെ നാട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് എന്ത് നടന്നിരിക്കുന്നത്? പിന്നീട് ആ വർക്ക് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഫോർമാറ്റ്, കെമിക്കൽ എനർജി ഫോർമാറ്റ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മെക്കാനിക്കൽ എനർജി ഫോർമാറ്റ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഒരു സാധനത്തിനെ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം? ഇപ്പോൾ ആൾ വളരെ സേഫാണ്, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഉപദ്രവവും ഇല്ല. എന്നാൽ ആ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ ഒന്ന് ഇതിനെ തട്ടി വിട്ടോക്ക്, ഇത് നേരെ പോയിട്ട് ഇയാളുടെ തലയിൽ വീഴും. തലയിൽ വീണാലോ? തലയിൽ വീഴുമ്പോൾ അറിയാം അയാളുടെ മുകളിൽ ഫോഴ്സും ഉണ്ടായിട്ടുണ്ട്, ഇതാ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ടുമുണ്ട്, വിച്ച് മീൻസ് അവിടെ ഡിസ്പ്ലേസ്മെൻറ്റും നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് വരെ എന്തായിട്ടായിരുന്നു അത് അവിടെ നിൽക്കുന്നത് എനർജി ആയിട്ടായിരുന്നു. എന്ത് എനർജി സാറേ? പൊട്ടൻഷ്യൽ എനർജി ആയിട്ടായിരുന്നു നിൽക്കുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി വൈൻഡ് ചെയ്യാം. നമ്മൾക്ക് വർക്കിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിഫിക്കേഷനെ, വർക്കിനെ സ്റ്റോർ ചെയ്ത് എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആ സ്റ്റോർഡ് ഫോർമാറ്റിനെയാണ് ഞാൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ,
ഞാൻ ആ ബാറ്ററിയുടെ കഥ പറഞ്ഞ സമയത്ത് മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാറ്ററി ഉള്ള സ്ഥലം ഒന്നാണെങ്കിൽ അവിടെ നിന്നും ഞാൻ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വർക്ക് എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് വർക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? എനർജി വഴിയാണ്, കെമിക്കൽ എനർജി വഴിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇതുപോലെ എനിക്ക് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഈസി ആയിട്ട് വർക്കിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു മൂവ് ഓൺ വിത്ത് എനർജി. പല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്കിതാ പോയിന്റ് എയിൽ നിന്നും വേണമെങ്കിൽ പോയിന്റ് ബിയിലോട്ട് എനിക്ക് വർക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയാണെന്നറിയോ? ഹീറ്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? പിന്നെ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലോട്ട് ഞാനിത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഏത് ഉപയോഗിച്ച്? ഹീറ്റ് ഉപയോഗിച്ച് എച്ച് ഉപയോഗിച്ച് എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വേറെ എന്തെങ്കിലും വഴി? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. എന്നാൽ ഈ പാഠത്തിൽ, നമ്മളുടെ റേ ഓപ്റ്റിക്സ് എന്ന് പറയുന്ന പാഠത്തിൽ, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സോളാർ പാനൽ, നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വേറെ ഏത് രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥമായി കഴിഞ്ഞാലും അതിൻ്റെ ഒക്കെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ലൈറ്റാണ്. എന്നാൽ എവിടെ നിന്നാണ് ഈ ലൈറ്റ് വരുന്നത്? ലൈറ്റ് സത്യത്തിൽ നമ്മുടെ നോർമൽ ലൈറ്റ് അല്ല പറയുന്നത്, സൺലൈറ്റ് സത്യത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടുന്ന? സൂര്യനിൽ നിന്നാണ്. അവിടെ നിന്ന് നടന്നിട്ടിരിക്കുന്ന വർക്ക് ലൈറ്റ് ഫോർമാറ്റിൽ 8 മിനിറ്റ് സഞ്ചരിച്ചിട്ട്, അതും ഏത് ഫോർമാറ്റിൽ? എനർജി ഫോർമാറ്റിൽ സഞ്ചരിച്ച്, ലൈറ്റ് എനർജിയായി സഞ്ചരിച്ചിട്ടാണ് ഭൂമിയിൽ എത്തുന്നത്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫൈനലൈസ് ചെയ്യാം. റേ ഓപ്റ്റിക്സിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫോർമാറ്റിൽ നമ്മൾ പഠിക്കുന്ന പോയിന്റ് ഇങ്ങനെയാണ്: ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. And what do you mean by energy? Energy is the stored form of work, and this work can travel from one point to the another. അപ്പോൾ എന്തായാലും മക്കളെ, ഈ ഒരു ചെറിയ എക്സെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വഴിയെ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. എനിവേ, താങ്ക് യു.